സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് ഉടമകൾ 22-ാം തീയതി മുതലൊരു സമരം പ്രഖ്യാപിച്ചിരുന്നത്. സൂചനാ സമരം അവർ നടത്തി. അതിനുശേഷം ഒരു സമരത്തിലേക്ക് അവർ പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരെ സമരത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവരോട് സംസാരിക്കണം, അതാണ് അതിൻ്റെ മര്യാദ എന്നുള്ളതുകൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു. ഏതാണ്ട് 99% കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട 1-2 കാര്യങ്ങളിലാണ് തർക്കം ബാക്കി നിൽക്കുന്നത്. കുട്ടികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്, അതില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഗവൺമെൻറ് സെക്രട്ടറി അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച ചെയ്യുകയും അതിനനുബന്ധമായി നമുക്കൊരു ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വർധനവാകാം എന്ന നിലയിലൊരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. നേരത്തെ തന്നെ ഗവൺമെൻറ് നിയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുമായും അതിനുശേഷം ബസ് ഉടമകളുമായും വീണ്ടും ഒരു 2 ആഴ്ചക്കുള്ളിൽ അക്കാര്യത്തിൽ ചർച്ച ചെയ്യാം. ഒരു സമവായം ഉണ്ടാകണം. കാരണം കുട്ടികളുടെ ചാർജൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു സമവായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ചാർജ് വർധനമാണെന്ന് തോന്നുന്നില്ല, പക്ഷേ എന്നാലും അത് അവരോട് സംസാരിച്ചതിന് ശേഷം ഒരു സമവായം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അദ്ദേഹം അത് ഉടനെ തന്നെ ചെയ്യും. അത് അവരും സമ്മതിച്ചു. പിന്നെ മറ്റു കാര്യങ്ങളില്ല, ഈ ഒരു 140 കിലോമീറ്റർ വണ്ടി ഓടുന്നതുമായൊരു പെർമിറ്റിൻ്റെ പ്രശ്നമാണ്. പ്രൈവറ്റ് ബസ് പെർമിറ്റുകൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് മന്ത്രി എന്ന നിലയിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരിയായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ പറ്റുകയുള്ളൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം 99% കാര്യം സാധിച്ചുകൊണ്ട് അവർ സമരം പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള സംഘടനകൾ സമരത്തിലാണെന്ന് തോന്നുന്നു. അതിന് ചർച്ച നല്ല നിലയിൽ നടന്നു. ഇനിയും ചർച്ച ചെയ്യും. നമുക്ക് ചർച്ചകൾ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് 2 കാര്യങ്ങളിലേ ഒരു തർക്കം ഉണ്ടായുള്ളൂ. ഒന്ന്, ഈ ഗവൺമെൻറ്റിന് ഉറച്ച നിലപാടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ പറയുന്ന ആളുകളുടെ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നുള്ളതാണ്. കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ ചെയ്യുക, അക്രമ പ്രവർത്തനങ്ങൾ, പിന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതുള്ളവരെ അവരെ ക്ലിയറൻസ് വെച്ചിട്ട് ഡ്രൈവിംഗ് കണ്ടക്ടറായിട്ട് വയ്ക്കാവൂ എന്നുള്ള ഞങ്ങളൊരു ആവശ്യം അവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അതും സമ്മതിച്ചു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതൊരു ചർച്ച, ഒരു ചർച്ചയിൽ ഞാനവർ ജനറലായിട്ട് ഈ പോലീസ് വെരിഫിക്കേഷൻ ആകാമെന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ അവരാകാമെന്ന് സമ്മതിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്തരം ഒരു നല്ല കാര്യം ചെയ്തത്. അപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പറയണം, അത്തരത്തിലുള്ള വെരിഫിക്കേഷൻ വേണ്ടാന്ന് വയ്ക്കാൻ അത്തരം ആളുകളെ കൊണ്ട് വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ കയറുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ പലപ്പോഴും നമ്മൾ കാണുന്ന റോഡിൽ നടക്കുന്ന പരസ്പര അടികളും അക്രമങ്ങളും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഗവൺമെൻറ് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. അതവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആലോചിച്ചതിന് ശേഷം അക്കാര്യത്തിൽ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് മുഖ്യമന്ത്രിയെ നാളെ ഞാൻ കണ്ട് സംസാരിക്കും. അദ്ദേഹം പറയുന്നതാണ്. മറ്റു കാര്യങ്ങൾ അവർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ചില ഉത്തരവുകൾ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലെ ഇക്കാര്യം ചെയ്യാം. അത് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിൻവലിച്ചവരോട് സന്തോഷമുണ്ട്. പിൻവലിക്കാത്തവർ എത്രയും വേഗം പ്രശ്നങ്ങൾ മനസ്സിലാക്കി. കാരണം അവരോട് ഞങ്ങൾക്ക് ചോദിക്കാം, 99% കാര്യവും ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച ഏതാണ്ട് കാര്യങ്ങളെല്ലാം 95% കാര്യമെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം അത് ന്യായമായ എല്ലാ കാര്യങ്ങളും, ഈ തർക്കം വന്നൊരു കാര്യം, ഈ പോലീസ് വെരിഫിക്കേഷൻ, അതിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല, വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിലുള്ളവരെ കൊണ്ട് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ അത് KSRTCയിലും അനുവദിക്കില്ല, പ്രൈവറ്റ് ബസ്സിലും അനുവദിക്കില്ല. KSRTCയിലും പുതുതായി എല്ലാവരുടെയും പോലീസ് വെരിഫിക്കേഷൻ. KSRTC സ്ഥിരം ജീവനക്കാർക്ക് അതെല്ലാം ഉണ്ട്.